ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കഷ്ണങ്ങൾ എല്ലാം നീളത്തിൽ കണ്ടിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്, പടവലങ്ങ ഉണ്ട്, പടവലങ്ങ, മുരിങ്ങയ്ക്ക, കോവയ്ക്ക, അച്ചിങ്ങ കുറച്ചിട്ടിട്ടുണ്ട്, ബീൻസ് ഉണ്ട്, അമരിക്ക ഇട്ടിട്ടുണ്ട്, അമരിക്കയുണ്ട്, പിന്നെ ക്യാരറ്റ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇടാം. അവിയലിനാകുമ്പോൾ എല്ലാം. ഞാൻ കുറച്ച് പൊട്ടറ്റോ, ഒരു ഹാഫ് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ 2 പീസ് കാച്ചിലിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ചേന ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ വലിയ പീസായിട്ട് കിട്ടത്തില്ല, അപ്പോൾ ചെറിയ പീസ് എൻ്റെ ഉള്ളൂ, അത് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചേന, വെള്ളരിക്ക, പടവലങ്ങ അതങ്ങനെ എല്ലാം ഇട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. നീളത്തിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുക. പിന്നെ ഞാൻ കുറച്ച് കായും പഴനങ്ങ ഞാൻ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും ഇവിടെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇത്രയാണ് നമുക്ക് അവിയലിന് കഷ്ണമായിട്ട് വേണ്ടത്. നമുക്കിനി ഇഷ്ടമുള്ള എന്തെങ്കിലും നിങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന എന്തെങ്കിലും വേണമെങ്കിൽ ആഡും ചെയ്യാം. പിന്നെ ഇത് വേവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ടർമറിക് പൗഡറും ജീരകം, ഹാഫ് ജീരകം, അങ്ങനെ ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ട 1 കപ്പ് തേങ്ങയുണ്ട്. പിന്നെ എനിക്കൊന്ന് ഇത് ഇത്തിരി ഏറെ അവിയലിൻ്റെ കഷ്ണമുള്ളതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്ത് വെച്ചേക്കുന്നത്. എന്നുവെച്ചാൽ എന്നാലേ ഉള്ളൂ മണമൊക്കെ വരുള്ളൂ. പിന്നെ ടർമറിക് ഉണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളിയുണ്ട്, കുറച്ച് ചില്ലി, കാശ്മീരി ചില്ലി അല്ല, ഒരു ചെറിയ ഒണിയൻ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. അപ്പോൾ കഷ്ണം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള സാധനങ്ങൾ, അരപ്പിനുള്ള സാധനങ്ങൾ ഇത്രയും. ഇത് നമ്മൾ വേവിക്കാൻ വെക്കുമ്പം ഇടും. പിന്നെ പുളിക്ക് ഞാൻ ടൊമാറ്റോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കറിക്കകത്ത് കുറച്ച് അരിക്കാൻ ഞാൻ 2 പച്ചമുളക്, കറിക്കകത്ത് പിന്നെയും തേങ്ങയൊക്കെ ഇടുമ്പോൾ മധുരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള അത്ര പച്ചമുളക്, ഓരോരുത്തർ എരിവനുസരിച്ച്. പിന്നെ കുറച്ച് കറിവേപ്പില ലാസ്റ്റ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ടർമറിക് പൗഡർ കുറച്ചെടുത്ത് വെച്ച് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചു. ശരിക്കും നാട്ടിലൊക്കെ അമ്മയൊക്കെ പറയാറുണ്ട്, പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മൾ തളിച്ചിട്ട് വെജിറ്റബിൾ അതിനകത്തിടുവാണെങ്കിൽ അത് അടുക്കി പിടിക്കാതൊക്കെ ഇരിക്കും. ഇപ്പോൾ അവിയലിന് അടുക്കി പിടിക്കാതെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചത് ആ പാത്രത്തിലോട്ട്. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമുക്കിനകത്തോട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പം വെജിറ്റബിളൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഇത് ഞാൻ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും അത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് വെള്ളരിക്കയും വെജിറ്റബിളിനൊക്കെ വെള്ളം വരും. അപ്പം കുറച്ച് ഒഴിച്ചിട്ട് അവിയൽ വെള്ളം പോലെ ആവുന്നുണ്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് അപ്പോൾ പയ്യെ ഇത് വെന്ത് വെള്ളമൊക്കെ നിറഞ്ഞു. ഓക്കെ, പയ്യെ ഇതിനൊന്ന് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക്
വേവിക്കുകയും ഇട്ടിട്ടില്ല. അത് നമുക്ക് കുറച്ച് വെന്തിട്ട് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് പയ്യെ പച്ചമുളകൊക്കെ ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ അരയ്ക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്ന് നമുക്ക് അരച്ചിട്ട് വരാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, ഇത് നമ്മൾ അടിക്ക് വരും പിടിക്കുന്നുണ്ട്, വെള്ളം കുറവാണോ. അങ്ങനെ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒഴിക്കണ്ട. നമ്മൾ നോക്കണം അടിക്ക് വെള്ളം പിടിക്കുന്നുണ്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചാൽ വെന്തിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കൽ ഉപ്പിടാം. ഇതിപ്പം 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വാടി ശരിക്കും ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം. ഓക്കെ, തക്കാളിക്ക് ഇടാം. പിന്നെ ഇപ്പം നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം അഥവാ കൂടുകയൊക്കെ ആണെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ അതങ്ങ് വെള്ളം പറ്റി പോയിക്കോളും. ഓക്കെ, ഞാൻ പിന്നെ അരപ്പ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അതായാലും നമ്മൾ ഒത്തിരി അരക്കല് തോരൻ പോലെ അവൽ ഇൻ ബിറ്റ്വീനായിട്ട് അരച്ച് വെക്കണം. പേസ്റ്റും അവൽ ഒത്തിരി തോരൻ അരയ്ക്കുന്ന പോലെ അവൽ അല്ലാതെ അരച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ ഞാനിത് അരച്ച് വെച്ച് ഞാൻ ഈ 1 കപ്പിൽ നിറയെ എടുത്തിട്ടുണ്ട് തേങ്ങ. ഓക്കെ, ആ പച്ചമുളക് ഞാനെല്ലാം കഷ്ണമാക്കിയതിനകത്ത് ചേർത്ത് ഇപ്പം എരിവ് പിടിക്കും. ഓക്കെ, ഞാൻ തക്കാളിക്കയും കൂടി അതിനകത്തിട്ട് അരിഞ്ഞിടാം. ഇപ്പം ഇത് ഞാൻ മറ്റേ അരിഞ്ഞ് വെച്ച തക്കാളിക്കയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്. അപ്പം തക്കാളിക്ക് 2 ഞാൻ എടുത്ത പുളി, ഞാൻ വേറെ പുളിയൊന്നും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. തക്കാളിയുടെ പുളിയാണ് ഞാൻ യൂസ്. അപ്പം ഞാനിപ്പം തക്കാളി കൂട്ടി അതൊന്ന് ആവി ആയി കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ തക്കാളിക്ക് ഇട്ടിട്ടിപ്പം തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട്. നമുക്കിനി അരപ്പ് അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിനകത്തോട്ട് ഇടാം. ഓക്കെ, അതൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സ് എല്ലാം ഒന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒന്ന് പിടിക്കട്ടെ, അരപ്പൊന്ന് പിടിച്ചിട്ട്. ഇപ്പം അരപ്പ് എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ച് ഉപ്പും എരിവും ഒക്കെ ഇതാണുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറിവേപ്പില ഇതിനകത്ത് കുറച്ചിട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ റെഡി ആയിട്ടുണ്ട്.